വെൽക്കം, റഹ്മാനാണ്. സെഡേറ്റീവ്സ് ആൻഡ് ഹിപ്നോട്ടിക്സ് വീഡിയോ സീരീസിൽ ഈ വീഡിയോയിൽ നമ്മൾ ഡ്രഗ്സ് ഫോർ ഇൻസോമിനിയ, ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയ്ക്കെതിരെയുള്ള മരുന്നുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇൻസോമിനിയ DSM-5 പ്രകാരം, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ 5 പ്രകാരം ഉറക്കത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി രണ്ടിലും കംപ്ലൈന്റ് ഉണ്ട്. ഉദാഹരണം 1, ഉറക്കം തുടങ്ങാൻ പ്രയാസം, അല്ലെങ്കിൽ നമുക്കതിനെ ഇനീഷ്യേഷൻ ഡിഫിക്കൽറ്റി എന്നും നമുക്ക് പറയാം. 2, അങ്ങനെ ഉറക്കം കിട്ടി എന്ന് വിചാരിക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസം, ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസം, ഇടക്കിടക്ക് എഴുന്നേൽക്കുക, ഫ്രീക്വന്റ് അവേക്കനിങ്സ് ഉണ്ടാകുക, അല്ലെങ്കിൽ തന്നെ ഉണർന്നാൽ വീണ്ടും തിരിച്ചു ഉറങ്ങാനായിട്ട് പ്രയാസം, അല്ലെങ്കിൽ 3ാമത്തത് നേരത്തെ എഴുന്നേൽക്കല, ഏർലി മോർണിംഗ് അവേക്കനിങ്. ഇതൊക്കെയാണ് ഇൻസോംനിയ എന്ന് നമ്മൾ പറയാം. ഇനി ഈ ഇൻസോംനിയ തന്നെ പലതരമുണ്ട്. ഒന്ന് നമ്മളതിനെ പറയാം ട്രാൻസിയന്റ് ഇൻസോംനിയ എന്നാണ്. ട്രാൻസിയന്റ് ഇൻസോംനിയ എന്ന് വെച്ചാൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഉറക്കമില്ല, നോട്ട് ഏബിൾ ടു സ്ലീപ് ഫോർ ദ ലാസ്റ്റ് 3 days, അല്ലെങ്കിൽ ലെസ് ദാൻ 3 days ഓഫ് ഇൻസോംനിയ ആണ് ട്രാൻസിയന്റ് ഇൻസോംനിയ എന്ന് പറയാം. 2ാമത്തേത് ഷോർട്ട് ടേം ആണ്. ഷോർട്ട് ടേം ഓർ നമുക്കതിനെ അക്യൂട്ട് എന്ന് വിളിക്കാം. അക്യൂട്ട് ഇൻസോംനിയ എന്ന് വെച്ചാൽ 3 ദിവസം തൊട്ട് 3 weeks വരെ ആണെങ്കിലാണ് അക്യൂട്ട് ഓർ ഷോർട്ട് ടേം എന്ന് വിളിക്കുക. 3ാമത്തത് ക്രോണിക് ആണ്, അല്ലെങ്കിൽ ലോങ് ടേം ഇൻസോംനിയ. ക്രോണിക് ഇൻസോംനിയ എന്ന് പറയുമ്പോൾ 3 ആഴ്ചയിൽ കൂടുതൽ, മോർ ദാൻ 3 weeks ആയിരിക്കും. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ബെൻസോഡയസിപ്പിൻസ്, നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ ബെൻസോഡയസിപ്പിൻസ് ആണ്. സോ ഈ വിഭാഗം മരുന്നുകൾ ഈ ക്രോണിക് ഇൻസോംനിയയിലാണ് നമ്മൾ ഉപയോഗിക്കുക. ക്രോണിക് ഇൻസോംനിയ പ്ലസ് ഡേ ടൈം, പകൽ നേരത്തുള്ള ആങ്സൈറ്റി, ഡേ ടൈം ആങ്സൈറ്റി കൂടെ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ബെൻസോഡയസിപ്പിൻസ് എന്ന് പറയുന്ന ഉറക്കഗുളികൾ എന്നൊക്കെ പറയുന്ന മരുന്നുകൾ നമ്മൾ കൊടുക്കും. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ പറയുക ഈ 3 തരം, ട്രാൻസിയന്റ് ആയാലും ഷോർട്ട് ടേം ആയാലും ക്രോണിക് ആയാലും 3 തരം ഇൻസോംനിയയിലും ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളെ പറ്റിയാണ്. സോ പല പേരുകളിൽ ഈ മരുന്ന് ഗ്രൂപ്പിനെ പറ്റി പറയാം. ഒന്ന് നമ്മൾ വിളിക്കുക എറ്റിപ്പിക്കൽ ബെൻസോഡയസിപ്പിൻസ് എന്ന് തന്നെ വിളിക്കാറ്. ബെൻസോഡയസിപ്പിൻസിന്റെ ഒക്കെ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് എറ്റിപ്പിക്കൽ. 2ാമത് നമ്മൾ വിളിക്കുക Z ഡ്രഗ്സ് അല്ലെങ്കിൽ Z ഡ്രഗ്സ് എന്നും നമ്മൾ വിളിക്കും. സോ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുക. Z ഡ്രഗ്സ് എന്ന് പറയാൻ കാരണം ഈ മരുന്നുകളുടെ പേര് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ മരുന്നുകളുടെ പേര് എല്ലാം Z-ലാണ് ആരംഭിക്കും. സോൾപിഡം എന്ന മരുന്ന് പല ബ്രാൻഡ്, ഉദാഹരണത്തിന് സോൾഫ്രഷ് ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്. ദെൻ സോപെൻഡ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, സോലിപ്പ് ഉണ്ട്, റോസ ഉണ്ട്, ആംബിയൻ. സോ ഇങ്ങനെയൊക്കെ പേരിൽ വരുന്ന എല്ലാം ഈ സോൾപിഡമാണ്. പിന്നെ ഉള്ളത് സാലിപ്ലോൺ ആണ്. സാലിപ്ലോൺ എന്ന പേര് സൊനാറ്റ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, സൊനാറ്റ. ദെൻ സ്റ്റാർനോക്ക് എന്ന് പറയുന്ന മരുന്നുണ്ട്, ആൻഡാൻഡ് എന്ന് പറയുന്ന മരുന്ന്, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ഉള്ളത് സോപ്പിക്ലോൺ ആണ്. ഇമോവെയിൻ എന്ന് പറയുന്നത്. ദെൻ സോംനോൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ ഈ സോപ്പിക്ലോണിന്റെ ഒരു എസ് ഐസോമർ ആണ്, ഇനാൻഷ്യോമർ ആണ് ഈ എസ് സോപ്പിക്ലോൺ എന്ന് പറയുന്നത്. എസ് സോപ്പിക്ലോണിന്റെ പേരുകൾ ഹിപ്നൈറ്റ് എന്ന് പറയുന്നത്, ദെൻ ലുനസ്റ്റ എന്ന് പറയുന്ന മരുന്ന്, ദെൻ വാൽനോക്ക്. ഇതൊക്കെയാണ് ഫേമസ് ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ് ഞാൻ പറയാം. ലോക്കൽ ബ്രാൻഡുകളും വേറെ ഒരുപാടുണ്ടാവും. സോ ഇതൊക്കെയാണ് മരുന്നുകൾ. സോ ഇതൊക്കെയാണ് Z ഡ്രഗ്സ്, അല്ലെങ്കിൽ നോൺ എറ്റിപ്പിക്കൽ അല്ലെങ്കിൽ നോൺ ബെൻസോഡയസിപ്പിൻ സെഡേറ്റീവ് ഹിപ്നോട്ടിക്. സോ ദീസ് ആർ സെഡേറ്റീവ്സ് ആൻഡ് ഹിപ്നോട്ടിക്സ് വിഭാഗം മരുന്നുകൾ തന്നെയാണ്. ആൻഡ് ഇവയ്ക്ക് ബെൻസോഡയസിപ്പിൻസ് പോലെ അഡിക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയുമില്ല, വളരെ കുറവാണെന്ന് പറയാം. സോ അഡിക്ഷൻ കുറവാണ് കുറിച്ച് നമുക്ക് വീണ്ടും പറയാം. സോ ഇങ്ങനെ ഒട്ടും അഡിക്ഷൻ ഇല്ലാത്ത തരം മരുന്നുകൾ വേറെ ഉണ്ട്. അതിനെ നമ്മൾ മെലാറ്റോണിൻ വിഭാഗം മരുന്നുകളാണ്. അതിനൊട്ടും അഡിക്ഷൻ ഇല്ല എന്നാണ് പറയാം. സോ അത്തരം മരുന്നുകളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇനി ഇവിടെ പ്രവർത്തന രീതി പറഞ്ഞാലേ നമുക്ക് മറ്റു പല ആക്ഷൻസിനെയും പറ്റി കൃത്യമായിട്ട് പറയാൻ പറ്റും. സോ ഈ മരുന്നുകൾ പ്രവർത്തിക്കുന്നത് ബെൻസോഡയസിപ്പിൻസ് പ്രവർത്തിക്കുന്ന ഗാബ എ റിസപ്റ്ററിൽ തന്നെയാണ്. സോ ഗാബ എ റിസപ്റ്റർ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം തൽക്കാലം. ഗാബ എ ക്ലോറൈഡ് അയൺ ക്ലോറൈഡ് ചാനലാണ്. ഇതിൽ ക്ലോറിൻ അകത്തേക്ക് വരുന്നു. സോ ഗാബ എ റിസപ്റ്ററിൽ തന്നെയാണ് മാറ്റമില്ല. ബാർബിച്ചുറേറ്റ്സും ബെൻസോഡയസിപ്പിൻസും ഈ മരുന്നും Z ഡ്രഗ്സും ബാർബിച്ചുറേറ്റ്സ് ആൻഡ് ബെൻസോഡയസിപ്പിൻസ് എല്ലാം ഗാബ എയിലാണ്, ഗാബ എ ക്ലോറൈഡ് ചാനലിലാണ് പ്രവർത്തിക്കുക. സോ ഗാബ എ ചാനൽ എ റിസപ്റ്ററിന് നമ്മൾ പറഞ്ഞത് 5 സബ് യൂണിറ്റുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. 5 സബ് യൂണിറ്റ്, 1, 2, 3, 4, 5 സബ് യൂണിറ്റുകളുണ്ട്. സോ ബെൻസോഡയസിപ്പിൻസ് പ്രവർത്തിക്കുന്നത് ഇതിപ്പോൾ ആൽഫ ആണെങ്കിൽ ഇത് ഗാമ ആണെങ്കിൽ ഈ ആൽഫയുടെയും ഗാമയുടെയും ഇടയിലാണ്. ഓക്കെ, ആൻഡ് ഇതിൽ ഇപ്പോൾ ആൽഫ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ആൽഫ തന്നെ ആൽഫ 1 ഉണ്ട്, ആൽഫ 2 ടൈപ്പുകളാണ്. സോ ഈ ആൽഫ 1ൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, ആൽഫ 1ൽ പ്രവർത്തിക്കുമ്പോഴാണ് സെഡേഷൻ, ഉറക്കം അല്ലെങ്കിൽ ഹിപ്നോസിസ്. സെഡേഷൻ ഹിപ്നോട്ടിക് ആയിട്ട് മാറും, ഉറക്കം ഉണ്ടാകും. സ്ട്രോങ് ഹിപ്നോട്ടിക് എഫക്ട് ആൽഫ 1ൽ പ്രവർത്തിക്കും. ബെൻസോഡയസിപ്പിൻസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ആൽഫ 2ൽ പ്രവർത്തിച്ചാലോ, ആൽഫ 2ൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആന്റി എപ്പിലെപ്റ്റിക് ആക്ഷൻ ആണ്, ആന്റി എപ്പിലെപ്റ്റിക് ആക്ഷൻ ഉണ്ട്. ദെൻ ഓൾസോ മസിൽ റിലാക്സന്റ് ആക്ഷൻ. സോ ബെൻസോഡയസിപ്പിൻസ്, ഡയസിപ്പാം പോലുള്ള മരുന്നുകൾ ആൽഫ 1ലും പ്രവർത്തിക്കും, ആൽഫ 2ലും പ്രവർത്തിക്കും, 2ലും പ്രവർത്തിക്കും. പക്ഷേ നമ്മുടെ Z ഡ്രഗ്സ് നമ്മൾ പറയുന്നത് പക്ഷേ Z ഡ്രഗ്സ് ആണ്. Z ഡ്രഗ്സിൽ ഇവിടെ ഓൺലി ഓൺ ആൽഫ 1
1ൽ മാത്രമാണ് പ്രവർത്തിക്കുക, അതിൽ മാത്രമേ ഒട്ടിച്ചേരാൻ പറ്റുള്ളൂ. സോ ഇവയ്ക്ക് അപ്പോൾ ഓൺലി സെഡേറ്റീവ് ഓർ ഹിപ്നോട്ടിക് ആക്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഓൺലി സെഡേഷൻ, ഉറക്കം മാത്രം. ആൽഫ 2 ബൈൻഡിങ് ഇല്ലാത്ത മൂലം എന്തെല്ലാം ഇല്ല, ആന്റി എപ്പിലെപ്റ്റിക് ആക്ഷൻ ഇല്ല, മസിൽ റിലാക്സന്റ് ആക്ഷൻ അങ്ങനെയുള്ള ഒന്നും ഇല്ല. സോ ഓൺലി ഉറക്കത്തിനാണ് ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. സോ ദീസ് ആർ ഓൺലി സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്. സെഡേറ്റീവ് ഹിപ്നോട്ടിക് ആണ്. ഈവൻ നോ ആങ്സിയോലിറ്റിക് എന്നും നമുക്ക് പറയാം. ആങ്സിയോലിറ്റിക് ആക്ഷനും കുറവാണ്. സോ ആൽഫ 1ൽ ഒട്ടിച്ചേർന്ന് നമ്മുടെ ക്ലോറൈഡ് ചാനൽ തുറന്ന് ഇവ കൂടുതൽ പ്രവർത്തിക്കുന്നത് ബ്രെയിനിലെ ബ്രെയിൻ സ്റ്റെമ്മിലാണ്. ബ്രെയിൻ സ്റ്റെമ്മിലുള്ള റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിലാണ്. റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മിഡിലുണ്ട്, പോൺസ് ഉണ്ട്, ദെൻ മിഡ് ബ്രെയിൻ, ഇത്രയും ഭാഗത്ത് അല്ലെ, ഇവിടെയാണ് റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഡിഫ്യൂസ് ന്യൂക്ലിയസ് ആണ്. സോ ഇതിനാണ് അങ്ങ് ഉറക്കുക. സോ ഈ മരുന്നുകൾ ഉണർന്നിരിക്കുന്നതിനെ തടയുന്നു. അതായത് ദീസ് ഡ്രഗ്സ് പ്രൊഡ്യൂസസ് ഹിപ്നോസിസ്. സോ ദീസ് ആർ സെഡേറ്റീവ്സ്, ഹിപ്നോട്ടിക്സ് മരുന്നുകളാണ്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ദീസ് ആർ വീക്ക് ഓർ വെരി ലോ ആങ്സിയോലിറ്റിക്സ് ആണ്. ആങ്സിയോലിറ്റിക് ആക്ഷൻസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. വെരി ലോ ഓർ വീക്ക് ആങ്സിയോലിറ്റിക് എഫക്റ്റ് ഉള്ളൂ. അതേപോലെ തന്നെ വീക്ക് മസിൽ റിലാക്സന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ദീസ് ആർ വീക്ക് ആന്റി കൺവൾസന്റ്, എപ്പിലെപ്സിക്കെതിരായിട്ടൊന്നും ആക്ഷൻ ഇല്ല. സോ സി ഡ്രഗ്സ് ആർ സെഡേറ്റീവ് ഹിപ്നോട്ടിക്സ് ആൻഡ് ദീസ് ആർ യൂസ്ഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഇൻസോംനിയ, ട്രാൻസിയന്റ് ആയാലും അക്യൂട്ട് ഓർ ഷോർട്ട് ടേം ആയാലും ഓർ ഇൻ ദ ലോങ് ടേം ഇൻസോംനിയ. ഓൾ ടൈപ്പ് ഓഫ് ഇൻസോംനിയയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി ഇവ ഉണ്ടാക്കുന്ന ഉറക്കം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറക്കം നമ്മൾ പറയാം സ്ലീപ്പ് സൈക്കിൾ വെച്ചിട്ടാണ്. സ്ലീപ്പ് സൈക്കിൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ സീരീസിന്റെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഉറക്കത്തെ കുറിച്ചിട്ടാണ്. ഉറക്കം എങ്ങനെ, ഉറക്കത്തിന്റെ സൈക്കിൾ എങ്ങനെ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ സ്ലീപ്പ് സൈക്കിൾ കാര്യമായിട്ടുള്ള എഫക്റ്റ് ഇല്ല. സോ നോർമൽ സ്ലീപ്പ് പാറ്റേൺ തന്നെയാണ്. സോ ദേ ഡിഡ്ന്റ് ഡിസ്റ്റോർട്ട്, നോ ഡിസ്റ്റോർഷൻ ഇൻ നോർമൽ സ്ലീപ്പ് പാറ്റേൺ ഓർ സ്ലീപ്പ് സൈക്കിളിനകത്ത് ഒരു ഡിസ്റ്റോർഷനും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അത് സാലിപ്ലോൺ ആണെങ്കിൽ ഒട്ടുമില്ല. സാലിപ്ലോൺ എന്ന് പറയുന്ന മരുന്നിന് ഒട്ടുമില്ല. സോൾപിഡത്തിന് കുറച്ച് കുറവാണ്, ബാക്കിയുള്ളതിന് കുറച്ചും കൂടി കൂടുതലായി. സോ ഇനി എത്ര നേരം പ്രവർത്തിക്കും എന്ന് വെച്ചാൽ സാധാരണ കുറച്ച് നേരമേ, ഷോർട്ട് ടേം മാത്രമേ പ്രവർത്തിക്കൂ. സാധാരണ യൂഷ്വലി 4 to 8 hours ആണ്. 8 hours ഒക്കെ ചില എക്സ്റ്റൻഡഡ് റിലീസ് ടാബ്ലറ്റുകൾ മാത്രമാണ്. സാധാരണ ഇതിൽ ഒരു 4 to 6 മണിക്കൂറൊക്കെ പരമാവധി പ്രവർത്തിക്കും. ആൻഡ് ഇതിൽ ഏതാണ് ലോങ്ങസ്റ്റ് ആക്ടിങ്, ഏറ്റവും കൂടുതൽ നേരം പ്രവർത്തിക്കുന്നത് സോപ്പിക്ലോൺ ആണ്. സോപ്പിക്ലോൺ ആണ് ദ ലോങ്ങസ്റ്റ് ആക്ടിങ് സി ഡ്രഗ്സ് എന്ന് പറയും. സോ ഇത് അപ്പോൾ ക്രോണിക് ഇൻസോംനിയയിൽ നമുക്ക് ഉപയോഗിക്കാം. ക്രോണിക് ഇൻസോംനിയ ആണെങ്കിൽ അപ്പോൾ സോപ്പിക്ലോൺ മതി. സോൾപിഡം ആണെങ്കിലോ സോൾപിഡം എന്ന് പറയുന്ന മരുന്ന് ഒരു ഇന്റർമീഡിയറ്റ് ആണ്. ഇന്റർമീഡിയറ്റ് ആക്ടിങ് മരുന്നാണ്. സാലിപ്ലോൺ എന്ന് പറയുന്ന മരുന്ന്, സാലിപ്ലോൺ ഈ ഷോർട്ട് ആക്ടിങ്, ഏറ്റവും കുറച്ച് നേരം പ്രവർത്തിക്കുന്ന ഇതാണ് ഷോർട്ട് ടേം ഇൻസോംനിയ. അപ്പോൾ ഇത് നമുക്ക് ഷോർട്ട് ടേം ഇൻസോംനിയയ്ക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ട്രാൻസിയന്റ് ഇൻസോംനിയയ്ക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജെറ്റ് ലാഗ് അങ്ങനെയൊക്കെയുള്ള പരിപാടികൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. മറ്റൊരു ഇൻസോംനിയ ഇതേപോലെ തന്നെ ജെറ്റ് ലാഗ് പോലെ തന്നെയാണ് സ്ലീപ്പ് ഓൺസെറ്റ് ഇൻസോംനിയ. കിടന്നിട്ട് ഉറക്കം തുടങ്ങാൻ പറ്റുന്ന ആൾക്കാർ, ജെറ്റ് ലാഗ് അങ്ങനെയൊക്കെ ഉള്ളതിൽ ഏറ്റവും ഷോർട്ട് ആക്ടിങ് ആയിട്ടുള്ള സാലിപ്ലോൺ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഉപയോഗം കൂടുതൽ ഇതിൽ. ആൻഡ് ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അത് സോൾപിഡമാണ്. സോൾപിഡം ഇസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ്. ഷോർട്ട് ആക്ടിങ് ആണ്, പക്ഷേ സാലിപ്ലോണിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ നേരം പ്രവർത്തിക്കുന്ന മരുന്ന്. ഇനി സോൾപിഡം എന്ന് പറയുന്ന മരുന്ന്, സോൾപിഡം എന്ന് എഴുതിയേക്കാം. സോൾപിഡം എന്ന് പറയുന്ന മരുന്ന് ഇൻസ്റ്റാ റിലീസ് ഉണ്ട്. ഇൻസ്റ്റാ റിലീസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വയറ്റിലെത്തുന്നു, ഗുളിക റിലീസ് ചെയ്യുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തത് എക്സ്റ്റെൻഡഡ് റിലീസ് എന്ന് പറയുന്നത് സാധാരണ 6.25 മില്ലിഗ്രാം ER എന്നൊക്കെ പറഞ്ഞായിരിക്കും എഴുതി വരിക. സോ സാധാരണ ഉപയോഗിക്കുക ഇൻസ്റ്റാ റിലീസ് ആണെങ്കിൽ 10 മില്ലിഗ്രാമോ 5 മില്ലിഗ്രാമോ ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുക. സോൾപിഡം, ദെൻ സോൾപിഡത്തിന്റെ സാധാരണ സോൾട്ട് എന്ന് പറയുന്നത് ടാർട്രേറ്റ് ആണ്. സോൾപിഡം ടാർട്രേറ്റ് ആണ് കാര്യമായിട്ട് ഉപയോഗിക്കുക. ഈ സോൾപിഡത്തിന്റെ വേറൊരു ഫോർമുലേഷൻ ആണ് സബ്ലിംഗിൽ എന്ന് പറയുമ്പോൾ നാക്കിനടിയിൽ സ്പ്രേ ആയിട്ട് അടിക്കുന്ന രീതിയിൽ, നാക്കിനടിയിൽ അടിക്കുന്ന സ്പ്രേ രൂപത്തിലും സോൾപിഡം ലഭ്യമാണ്. ഇനി സോപ്പിക്ലോൺ എന്ന് പറയുന്ന മരുന്ന് സാധാരണ 15 മില്ലിഗ്രാം 7.5 മില്ലിഗ്രാം 5 മില്ലിഗ്രാം ഒക്കെയാണ്. ആൻഡ് ഇതിന്റെ വെറൈറ്റി എസ് സോപ്പിക്ലോൺ ആണെങ്കിൽ കുറച്ചും കൂടി പൊട്ടന്റ് ആണ്. എസ് സോപ്പിക്ലോൺ എന്ന് പറയുന്ന മരുന്ന് 3 മില്ലിഗ്രാം മതി, 2 മില്ലിഗ്രാം അല്ലെങ്കിൽ 1 മില്ലിഗ്രാം. സോ ദിസ് ഇസ് മോർ പൊട്ടന്റ് ആണ് മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതൽ. എന്തായാലും എല്ലാ മരുന്നുകളും സ്ലീപ്പ് ഓൺസെറ്റ് ലേറ്റൻസി കുറഞ്ഞു വെച്ചാൽ കടന്നാൽ വേഗത്തിൽ ഉറങ്ങും. സോ ഡിക്രീസ് സ്ലീപ്പ് ലേറ്റന്റ് ഓൺസെറ്റ്, അത് കുറയും. സോൾപിഡോം എക്സ്റ്റെൻഡഡ് റിലീസ്, ദെൻ എസോപ്പിക്ലോൺ. സോ ഇതാണ് സ്ലീപ്പ് മെയിൻ്റനൻസ് ഉണ്ടാക്കുക. സോ എല്ലാ മരുന്നുകളും സ്ലീപ്പ് ലേറ്റൻസി കുറയ്ക്കുന്നു നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് സ്ലീപ്പ് ഉണ്ട്, അത് മെയിൻ്റനൻസ് ചെയ്യുക. ഏറ്റവും കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന മരുന്നുകൾ നമ്മൾ പറയാ ഈ 2 മരുന്നുകളാണ്. സോൾപിഡത്തിന്റെ തന്നെ എക്സ്റ്റെൻഡഡ് റിലീസ് ആണെങ്കിൽ ദെൻ എസോപ്പിക്ലോൺ. പക്ഷേ ഈ 2 മരുന്നുകളുടെ ഒരു പ്രശ്നം റീബൗണ്ട് സ്ലീപ്പ് ഉണ്ടാക്കാം.
സ്ലീപ്പല്ല, റീബൗണ്ട് ഇൻസോംനിയ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചില പഠനങ്ങളുണ്ട്. ഇനി എല്ലാ മരുന്നും ചെറുതായിട്ടെങ്കിലും ഫിസിക്കൽ ഡിപ്പെൻഡൻസ്, അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ ബെൻസോഡൈസപ്പിൻസ് പോലെയുള്ള അഡിക്ഷൻ ഇല്ല, പക്ഷേ ലോങ് ടേം യൂസ്. അതുകൊണ്ട് തന്നെ ഈ മരുന്നുകളൊന്നും തന്നെ ലോങ് ടേം യൂസിന് കൊടുക്കാറില്ല. ലോങ് ടേം യൂസിന് ഒരിക്കലും ഈ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാൻ പറയാറില്ല. ബിക്കോസ് ഓഫ് ടോളറൻസ് ആൻഡ് അഡിക്ഷൻ ഉണ്ടാക്കും എന്നതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായി ഈ മരുന്നുകൾ കഴിച്ചോളൂ എന്ന് പറയാത്തത്. അപ്പോൾ ഈ മരുന്നുകൾ സാധാരണ ഇപ്പോൾ എത്ര ദിവസത്തേക്കാണ് നിർദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 7 to 10 7 മുതൽ 10 ദിവസം വരെ കഴിക്കാനേ നിർദ്ദേശിക്കാറുള്ളൂ സാധാരണ. നിസോപ്പിക്ലോൺ എന്ന് പറയുന്ന മരുന്ന് 4 ആഴ്ചയൊക്കെ പറയുന്നുണ്ടായിരുന്നു ന്യൂസിലൻഡിലൊക്കെ. എങ്കിലും 7 to 10 days ഒക്കെയാണ് പറയാം. സോ അപ്പോൾ നമുക്കിനി അഡ്വേഴ്സ് എഫക്ട്, ദോഷഫലങ്ങൾ പറയണം. അഡ്വേഴ്സ് എഫക്ട് എന്തൊക്കെയായിരിക്കും? ഉറക്കമുണ്ടാക്കുന്ന മരുന്നുകൾ മയക്കം ഉണ്ടാക്കാം, അല്ലെ, ക്ഷീണം, കൺഫ്യൂഷൻ ഉണ്ടാക്കാം, ദെൻ സോംനാംബുലിസം ഉണ്ടാക്കാം. ഉറക്കപ്പിച്ച്, വയസ്സായിട്ടുള്ള ആൾക്കാർ ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ വീഴാനുള്ള ചാൻസ്, ബാത്റൂമിലൊക്കെ പോയി വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും സാധ്യത. അങ്ങനെയൊക്കെയുള്ള സാധ്യതയുള്ളതുകൊണ്ട് എൽഡർലി അല്ലെങ്കിൽ മുതിർന്നവരിൽ, ഓൾഡർ പീപ്പിളിൽ ഈ തരം മരുന്നുകളെല്ലാം തന്നെ ഉറക്കമുണ്ടാക്കുന്നതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഓർമ്മക്കുറവുണ്ടാക്കാം, അല്ലെ, കോഗ്നിറ്റീവ് മെമ്മറി ഇമ്പയർമെന്റ്, അതൊക്കെ സാധാരണ ഏത് ഉറക്കമുണ്ടാക്കുന്ന മരുന്നും ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇമ്പയർമെന്റ് ഓഫ് മോട്ടോർ കോർഡിനേഷൻ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ മരുന്നും കുറച്ചൊക്കെ ഉണ്ടാക്കും. ദെൻ അബ്യൂസ് പൊട്ടൻഷ്യൽ കുറവാണെന്നാണ് നമ്മൾ പറയാം. അബ്യൂസ് പൊട്ടൻഷ്യൽ കുറവാണ്. ഇത് ക്രിമിനൽ ആക്ടിവിറ്റീസിന് ഉറക്കമുണ്ടാക്കി ആരെങ്കിലൊക്കെ തട്ടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയില്ല, എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഇനി അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ ദോഷഫലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതും കുറച്ച് അഡ്വാൻറ്റേജിൽ നമുക്ക് പെടുത്താവുന്നതാണ്. അഡ്വാൻറ്റേജ് അപ്പോൾ നമ്മൾ പറയാം ലെസ് സിവിയർ ADR, അഡ്വേഴ്സ് എഫക്ട് മറ്റു മരുന്നുകൾ പോലെ മറ്റുറക്കമുണ്ടാക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞു, അത്രയൊന്നും ഇല്ല എന്നുള്ളതാണ്. ലോ ഓർ നോ സ്ലീപ്പ് ഡിസ്റ്റോർഷൻ, സ്ലീപ്പ് സൈക്കിൾ ഡിസ്റ്റോർഷൻ കുറവാണ്. ലെസ് ടോളറൻസ് ആൻഡ് ഡിപ്പെൻഡൻസ്, ടോളറൻസും ഡിപ്പെൻഡൻസും കമ്പാരിറ്റീവ്ലി കുറവാണ്. നെക്സ്റ്റ് ഡേ മെമ്മറി ലോസ്, അടുത്ത ദിവസം എഴുന്നേറ്റ് വരുമ്പോഴുള്ള മെമ്മറി ലോസ്, നെക്സ്റ്റ് ഡേ മെമ്മറി ലോസും ഹാങ് ഓവർ, അല്ലെ, ഉറക്കപ്പിച്ച് ഇങ്ങനെ നിൽക്കുക, അതും കുറവാണ് കമ്പാരിറ്റീവ്. സോ മാത്രമല്ല ദിസ് മരണകാരണമാവില്ല എന്നുള്ളതാണ്. ധാരാളം കഴിച്ചാലും മരണകാരണമാവില്ല എന്ന് നമുക്ക് പറയാം. ഓവർ ഡോസ് വന്നാലും ബെൻസോഡൈസപ്പിൻസും മരണകാരണമാവില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇത് അങ്ങനെ ഒരുപാട് കഴിച്ചാൽ എന്ത് നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൂമാസിനിൽ, ബെൻസോഡൈസപ്പിന്റെ ആന്റിഡോട്ട് പോലെ ഫ്ലൂമാസിനിൽ എന്ന് പറയുന്ന ആന്റിഡോട്ട് നമുക്ക് കൊടുക്കാം. ഇനി ഡ്രഗ് ഇന്ററാക്ഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ടോക്സിറ്റി, ഇപ്പോൾ ഉറക്കമുണ്ടാക്കുന്ന മരുന്നുകൾ, അപ്പോൾ ആന്റിഹിസ്റ്റമിൻ, H1 ആന്റിഹിസ്റ്റമിൻ, നമ്മൾ ജലദോഷത്തിന് തുമ്മലൊക്കെ കഴിക്കുന്ന സെഡേറ്റീവ് ആന്റിഹിസ്റ്റമിൻസ് ഒക്കെ നമ്മൾ ഒഴിവാക്കുക, മദ്യം ഒഴിവാക്കണം, ആന്റിഹിസ്റ്റമിൻസ് ഓൾറെഡി പറഞ്ഞു. സോ അങ്ങനെയൊക്കെയുള്ള ഉറക്കമുണ്ടാക്കുന്ന എല്ലാ മരുന്നുകളും ഒരുമിച്ച് കമ്പൈൻ ചെയ്യരുത് എന്നുള്ളതാണ്. ദെൻ CYP3A4 വിഭാഗം, അങ്ങനെയൊക്കെയുള്ള ഇന്ററാക്ഷനുള്ള ഇൻഡ്യൂസേഴ്സ് ആയാലും ഇൻഹിബിറ്റേഴ്സ് ആയാലും കമ്പാരിറ്റീവ്ലി ഒഴിവാക്കാൻ നോക്കുക. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഗ്രൂപ്പ് മരുന്നുകളെ കുറിച്ച് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് Z drugs. Thank you for watching.